പൊതുജനങ്ങളെ വഞ്ചിച്ചു. ജനങ്ങളെ ആകെ വഞ്ചിച്ച. മൂച്ചിക്കൽ ബൈപ്പാസ് റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ മൂച്ചിക്കൽ യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡിലെ കുഴിയിൽ ചൂണ്ടലിട്ട് പ്രതിഷേധിച്ചു. വളാഞ്ചേരി മുനിസിപ്പാലിറ്റി കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം നടത്തിയ റോഡ് ഒരു വർഷം തികയും മുന്നേ തകർന്നു കിടക്കുകയാണ്. നഗരസഭയും ചെയർമാനും കൌൺസിലറും ലക്ഷങ്ങൾ അഴിമതി നടത്തി പൊതുജനങ്ങളെ വഞ്ചിച്ചുവെന്നും ഡിവൈഎഫ്ഐ നേതാക്കൾ പറഞ്ഞു. ടൗണിൽ ട്രാഫിക് ബ്ലോക്ക് ഒഴിവാക്കുന്നതിനു വേണ്ടിയാണ് ഈ റോഡ് ഉപയോഗിക്കുന്നത്. എന്നാൽ പ്രദേശവാസികൾ സ്ഥലം വെറുതെ വിട്ടു നൽകിയിട്ടും മൂച്ചിക്കൽ ബൈപ്പാസ് റോഡിന്റെ നിർമ്മാണത്തിൽ വലിയ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന് ഇവർ ആരോപിച്ചു. ഡിവൈഎഫ്ഐ വളാഞ്ചേരി ബ്ലോക്ക് സെക്രട്ടറി ജംഷീർ പ്രതിഷേധം ഉദ്ഘാടനം നിർവഹിച്ചു. ഡിവൈഎഫ്ഐ വളാഞ്ചേരി മേഖലാ സെക്രട്ടറി വി പി സബ്നേഷ്, മേഖലാ പ്രസിഡന്റ് വിശാഖ് ഉണ്ണി, മേഖലാ ട്രഷറർ ദിജീഷ്, യൂണിറ്റ് സെക്രട്ടറി ഹരികൃഷ്ണൻ, പ്രസിഡന്റ് അശ്വിൻ എന്നിവർ നേതൃത്വം നൽകി. നമ്മുടെ ഈ മൂച്ചിക്കൽ ബൈപ്പാസ് കഴിഞ്ഞ ഒരു വർഷത്തോളമായിട്ടുള്ളൂ. ഈ മൂച്ചിക്കൽ ബൈപ്പാസ് ചെറിയ റോഡായിരുന്നു. ഈ റോഡ് തൊട്ടടുത്ത വീടുകളിൽ നിന്നും സ്ഥലം ഫ്രീ ആയിക്കൊണ്ട് ഏറ്റെടുത്തുകൊണ്ട് ഈ റോഡ് വീതി കൂട്ടി ബൈപ്പാസ് ആക്കിക്കൊണ്ട് വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനും ഭരണാധികാരികളും മുന്നോട്ട് പോയ സമയം ഇന്ന് ഏകദേശം ഒരു വർഷം കഴിഞ്ഞു നിൽക്കുമ്പോൾ ഈ റോഡിനകത്ത് ആളുകൾക്ക് കുളിക്കാൻ പാകത്തിലുള്ള കുഴികളായിക്കൊണ്ട് രണ്ട് സൈഡിലും കുഴികളായിക്കൊണ്ട് മാറി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നിലവിൽ ഈ പ്രദേശവാസികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വഴി പോകുന്ന നിരവധിയായ വാഹനങ്ങൾ ഈ കുഴിയിൽ വീണ് ആക്സിഡന്റുകൾ ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട്. ഇതിനെതിരായിക്കൊണ്ട് ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലേക്കുള്ള സമരമാണ് വരും ദിവസങ്ങളിൽ ഏറ്റെടുക്കാൻ പോകുന്നത്. അതിന്റെ മുന്നോടിയായിക്കൊണ്ട് ഒരു സൂചനാ സമരം എന്ന രീതിയിലേക്കാണ് ഇന്നിവിടെ ഡിവൈഎഫ്ഐയുടെ മൂച്ചിക്കൽ യൂണിറ്റ് ഏറ്റെടുത്തുള്ളത്. ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി. പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി.